പ്രസാദഗിരി പള്ളിയിൽ സിറോ മലബാർ സഭയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു വൈദികൻ വിശുദ്ധ കുർബാന മധ്യേ ആക്രമിക്കപ്പെട്ടതോടെ മാർപ്പാപ്പയും സഭാ സിനഡിനെയും അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് തങ്ങളെന്നും വിമതരല്ല തങ്ങളെന്നും ഉറക്കെ വിളിച്ചു പറയാൻ തയ്യാറായി അനേകം പേരാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തയ്യാറായി നിൽക്കുന്നത്. സിനഡ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ നന്മ മാത്രമേ ഉണ്ടാകൂ എന്ന് ബോധ്യമുള്ള വൈദികർ പോലും ശാരീരികമായ ഉപദ്രവവും സ്വഭാവഹത്യയും വ്യക്തിഹത്യയും ഒക്കെ ഭയന്ന് ഒറ്റപ്പെടുത്തലും ഭയന്ന് ഗതികേട് കൊണ്ടാണ് ഇപ്പോൾ സഭാവിരുദ്ധ ചേരിയിൽ നിൽക്കുന്നത്. അത് അല്പം കൂടി വ്യക്തമാകുന്നു. സത്യം പറഞ്ഞാൽ വിമത ഗുണ്ടകൾ ആക്രമിക്കുമെന്ന് ഇവർക്ക് നല്ല ഭീതിയുണ്ട്. ഏതെങ്കിലും ഒരു വൈദികൻ സഭയുടെ ഔദ്യോഗിക വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തയ്യാറായാൽ സഭാവിരുദ്ധ ഈ തട്ടിക്കൂട്ട് സംഘടനയുടെ നേതൃത്വത്തിൽ ഇവരെ തടയുകയും അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ സ്ഥിരം പരിപാടിയായിരിക്കുന്നു. ഏതെങ്കിലും സമർപ്പിത സമൂഹങ്ങളുടെ കോൺവെൻറ്റുകളിൽ നിന്നും സിസ്റ്റർമാർ പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയില്ലെങ്കിൽ അവരെ ഇടവക സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രവണതയും ഇപ്പോൾ വിമതർ സ്ഥിരമായി കൊണ്ടുപിടിച്ച് നടത്തുകയാണ്. കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ അക്രമാസക്തരായ ഒരു ചെറിയ വിഭാഗം സഭാവിരുദ്ധരും ചില വിമത വൈദികരും ചേർന്ന് സഭയുടെ കേന്ദ്ര അതിരൂപതയെ വീണ്ടും വീണ്ടും അപമാനപാത്രമാക്കുന്നു. ഇപ്പോൾ സംഭവിച്ചതും അതുതന്നെയാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത പൊതുശല്യമായി രൂപത പ്രഖ്യാപിച്ച ഈ അക്രമികളെ ഭയന്ന് സമാധാനപ്രിയരായ സഭാസ്നേഹികൾ നിശബ്ദരാകുകയും പിന്നോട്ട് വലിയുകയും ചെയ്യുമ്പോൾ അവിടെ തിന്മയുടെ ശക്തി താൽക്കാലികമായി ജയിക്കുന്നുണ്ട്. എങ്കിലും അതൊരു താൽക്കാലിക ഇടപാട് മാത്രമാണെന്ന് ഓർക്കണം. കാരണം ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് എന്ന അവകാശവാദം അവർ ഉന്നയിക്കുന്ന അവശബ്ദം അത് പൊള്ളയാണെന്ന് വീണ്ടും വീണ്ടും തെളിയുന്നു. എന്തിനാണ് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് വ്യക്തമായി പറയുന്നത്? എന്തിനാണ് ദേവാലയങ്ങളിൽ പരിശുദ്ധ ആൾത്താരെയും പരിശുദ്ധ മദ്ഹബയും വിശ്വാസികൾ പരിശുദ്ധിയോടെയും വൈദികർ അതീവ പരിശുദ്ധിയോടെയും കണ്ടുവരുന്നത്? അതിന് കാരണമുണ്ട്. ദൈവത്തിൻ്റെ രൂപത്തിലാണെങ്കിലും അന്ന് യേശു ദൈവവുമായുള്ള സമാനത പുറത്തു കാട്ടിയിരുന്നില്ല. തന്നെ തന്നെ ശൂന്യനാക്കി നിർത്തി ഒരു ദാസൻ്റെ രൂപം ധരിച്ച് മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. കുരിശു മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് തന്നെ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിന് മുന്നിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും ഇന്ന് മുട്ടുമടക്കുന്നത്. അതാണ് അൾത്താരാഭിമുഖ കുർബാന. അത് ജനാഭിമുഖമായാൽ എങ്ങനെ യേശുവിൻ്റെ നാമത്തിന് മുന്നിൽ നാം വിശ്വാസികൾ മുട്ടുമടക്കും എന്ന് കർത്താവിന് തോന്നും? പ്രസാദഗിരി പള്ളിയിലുണ്ടായത് ഇത്തരത്തിലൊരു നികൃഷ്ട രീതി ആവർത്തിക്കാനാണ്. ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതും ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണത്. സഭാ നിയമം തെറ്റിച്ച് കോടതി ഉത്തരവിനെ വെല്ലുവിളിച്ച് അൾത്താര പിടിച്ചടക്കി വാതിലും ജനലും അടച്ച് വികാരിച്ചു നേരെ ബലപ്രയോഗം നടത്തി അങ്ങനെ ഹീനമായൊരു കൃത്യം നടത്തിയ പാർട്ടി നേതാവിനെതിരെ കേരള കോൺഗ്രസ് നേതൃത്വം വിശ്വാസികളുടെ ആവശ്യപ്രകാരം നടപടിയെടുത്തു, രാജി വാങ്ങി പുറത്താക്കി. കാരണം അച്ഛനെ ചവിട്ടി താഴിടുന്ന ആ വിശ്വാസിയുടെ ദൃശ്യങ്ങൾ വിശ്വാസികളും നേതാക്കളുമൊക്കെ കണ്ടു ബോധ്യപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പുറത്താക്കൽ. അതേ ദൃശ്യങ്ങൾ സഭാ നേതൃത്വം ഇതുവരെ കണ്ടിട്ടില്ലെന്നാണോ? അതോ പ്രസാദഗിരി പള്ളിയിലെ അൾത്താരയിൽ ഇടവക വികാരി ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് അതിക്രമിച്ച് കയറിയ റോബിൻ എന്ന വിമത വൈദികനെ സഭാ നേതൃത്വം കണ്ടിട്ടില്ലെന്നാണോ? അതോ സഭയുടെ കീഴിൽ പട്ടം കിട്ടിയ വൈദികൻ അല്ല ഇതെന്നാണോ? ഇതുവരെ ഈ വൈദികനെ തങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് പറയുന്നത്. രൂപതയിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ബോസ്കോ പുതൂർ പിതാവിനെ പുറത്താക്കി തട്ടിൽ പിതാവും ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയും ചേർന്ന് ഇപ്പോൾ ഭരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇതോടെ വിശ്വാസികൾക്ക് ഉള്ള വിശ്വാസവും സുരക്ഷിതത്വവും ഇല്ലാതായെന്നാണോ നൽകുന്ന സന്ദേശം? എന്ത് സന്ദേശമാണ് ഈ മൗനത്തിലൂടെ പിതാക്കന്മാർ നൽകുന്നത്? മീഡിയ കമ്മീഷനിലൂടെ നിങ്ങൾ പുറത്തിറക്കിയ പ്രതിഷേധക്കുറിപ്പിൽ വിമത വൈദികൻ്റെ പേരെവിടെ? പരിശുദ്ധമായ ദിവ്യബലി നടക്കുന്ന സമയത്ത് പുരോഹിതരല്ലാതെ മറ്റാരും പരിശുദ്ധ അൾത്താരിലും പരിശുദ്ധ മദ്ബഹയിലും കയറാൻ പാടില്ലെന്ന് പിതാക്കന്മാർക്ക് ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? ഇടവകകളിൽ വിശ്വാസികൾക്ക് വേണ്ടിയാണല്ലോ ദിവ്യ കുർബാന അർപ്പിക്കുന്നത്. വിശ്വാസികൾക്ക് വേണ്ടത് പരിശുദ്ധമായ മദ്ഹബയെ നോക്കി നിൽക്കുന്ന കുർബാന തന്നെയാണ്. മദ്ബഹ എന്നാൽ എന്താണ്? ബലിപീഠം, ബലി കഴിക്കുന്ന സ്ഥലം, പൂജ ചെയ്യുന്ന സ്ഥലം, വിശുദ്ധ സ്ഥലം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരു കൂട്ടം വിമത അവിശ്വാസികൾ അവിടെ കയറി നിരങ്ങിയപ്പോൾ ഈ പിതാക്കന്മാർ എവിടെയായിരുന്നു? സിറോ മലബാർ സഭാ നേതൃത്വം എന്ത് ചെയ്തു? അവരിപ്പോഴും പ്രസ്താവന ഇറക്കി കാത്തു നിൽക്കുകയാണ്. തട്ടിൽ പിതാവും മാർ ജോസഫ് പംബ്ലാനിയും എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്, മിണ്ടാതിരിക്കുന്നത്? അതോ ഇതൊക്കെ സഭാ നേതൃത്വത്തിലെ ഈ വിഭാഗത്തിൻ്റെ അറിവോടുകൂടിയാണ് നടന്നത്? വിശ്വാസികളെ രണ്ട് തട്ടിലാക്കാൻ കാലാകാലമായി വിമതം നടത്തുന്ന ശ്രമങ്ങൾ ആദ്യമൊക്കെ കുർബാന എതിർക്കലും ജനാഭിമുഖ കുർബാന എന്ന വികല തീരുമാനത്തിൻ്റെ പ്രചരണവുമായിരുന്നു. ചെല്ലുന്നിടത്തെല്ലാം സ്ഥലവും പരിസരവും ആൾക്കാരും ഒന്നും നോക്കാതെ, ബലിവസ്തുക്കളില്ലാതെ പരിപാവനമാണോ എന്നുപോലും നോക്കാതെ ജനാഭിമുഖ കുർബാന അവതരിപ്പിച്ച് അപഹാസ്യരായി തൃപ്തിപ്പെട്ടിരുന്നവരാണ് ഈ വിമതർ. ഇവരിപ്പോൾ വൈദികരെ
ക്രൂരമായി മർദ്ദിച്ചു തുടങ്ങിയ അവസ്ഥയിലെത്തി. ജനാഭിമുഖ കുർബാനയുടെ ആത്മീയത അക്രമത്തിൻ്റെതാണോ? ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് മറ്റുള്ളവരെ ദേഹോപദ്രവം ഏൽപ്പിക്കാനുള്ള കൃപയാണോ അവിടുന്ന് ലഭിക്കുന്നത്? ജനാഭിമുഖ കുർബാന നിങ്ങളിൽ നിറയ്ക്കുന്നത് പ്രതികാരത്തിൻ്റെ ദുരാത്മാവിനെയാണോ? ഇതാണിപ്പോൾ വിശ്വാസികൾക്ക് അറിയേണ്ടത്. എന്തിനാണ് നിങ്ങൾ ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി ഇപ്പോഴും വാദിക്കുന്നതെന്ന് വിശ്വാസികൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ? അന്യജനം എല്ലാവർക്കും വേണമെന്ന് പറയുന്നുണ്ടല്ലേ? സമാധാനം ഉണ്ടാകണമെങ്കിൽ മാർഗം ഒന്ന് മാത്രമാണ്: നിയമം അനുസരിക്കുക. അത് നാട്ടിലായാലും സഭയിലായാലും. നിയമമാകട്ടെ ഒരു വ്യക്തി മുതൽ സഭ വരെയാകുന്ന നിയമം. ഓരോ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും അതിൻ്റെ നിയമമുണ്ട്. അതെവിടെ അനുസരിക്കപ്പെടുന്നോ അവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്. ഏതാനും പേർ ചേർന്ന് ഞങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ നിയമമാക്കണമെന്ന് പറഞ്ഞാൽ നിയമമാകുമോ? ഇല്ല. ഭൂരിപക്ഷത്തിൻ്റെ അല്ല, അധികാരത്തിലിരിക്കുന്നവരുടെ, തങ്ങളുടെ കീഴിലുള്ള വിശ്വാസികളുടെ ക്ഷേമവും സുരക്ഷയും ഒക്കെ നോക്കിയാണ് നിയമങ്ങൾ. ആരെവിടെ എന്ത് പറഞ്ഞാലും അവിടെ നിയമം അനുസരിക്കാത്തടത്ത് സമാധാനം ഉണ്ടാക്കില്ല. അതുകൊണ്ട് എല്ലാവരും നിയമം അനുസരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. അങ്ങനെ സമാധാനം ഉണ്ടാക്കട്ടെ എന്ന് മാത്രമേ ഈ അക്രമികളോടും പറയാനുള്ളൂ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.